ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കുഞ്ഞു യാത്രകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ അതായത് മണ്ണാർക്കാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്നൊരു റൂട്ടാണ് കേട്ടോ. അതായത് മണ്ണാർക്കാട്ടിൽ നിന്ന് അതുപോലെ അത് അങ്ങനെയല്ല, അതായത് നമ്മൾ പാലക്കാട് ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ കോഴിക്കോട് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ റൂട്ടേ ഉള്ളൂ കേട്ടോ, ബൈപ്പാസ് റൂട്ട്. ആ ബൈപ്പാസ്സാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഏകദേശം നാട്ടുവല്ലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം മണ്ണാർക്കാട്ടിൽ നിന്ന് നമ്മൾ പെരിന്തൽമണ്ണ പോകുന്നത്, അതായത് നമ്മൾ ബസ്സൊക്കെ പോകുന്ന ഒരു റൂട്ടുണ്ട്. അതായത് നമ്മൾ പാലക്കാട് കോഴിക്കോട് ബസ്സൊക്കെ പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അതായത് വലിയ ബൈപ്പാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇവിടെ ഉള്ള ബൈപ്പാസ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാണ്. ആദ്യമൊക്കെ റോഡ് ഭയങ്കര മോശമായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്, കുറച്ച് ഭാഗം റെഡി ആയിട്ടുണ്ട്, കുറച്ച് ഭാഗം ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ്, അതുപോലെ തന്നെ ഒരു ഇക്കോ ടൂറിസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കൊടികുത്തിമല, അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഒരു ഇക്കോ ടൂറിസം കൂടി ഉണ്ടെങ്കിൽ എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ബൈപ്പാസ് ആണെങ്കിലും നമുക്കൊരു ബൈപ്പാസ് ആണെന്നൊന്നും തോന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഒരു റോഡാണ്. അപ്പോൾ
ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. വഴിയോര കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇക്കോ ടൂറിസം കേട്ടോ. ഇവിടെ ഒരു ഇക്കോ ടൂറിസം ഉണ്ട്. ഇതാ ഇവിടെ കണ്ടോ, ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. എന്താ മുളങ്കാടുകളുണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ഏകദേശം കരിങ്കല്ലത്താണി എത്താറായി കേട്ടോ. കരിങ്കല്ലത്താണി ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഈ പ്ലേസ് അറിയില്ല. ഇത് അതായത് പാലക്കാട് മലപ്പുറം ജില്ലയുടെയൊക്കെ ബോർഡറായിട്ട് വരും കേട്ടോ. എനിക്ക് കറക്റ്റ് ഇത് പാലക്കാട് ജില്ലയാണോ മലപ്പുറം ജില്ലയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പാലക്കാടിൻ്റെ മലപ്പുറത്തിൻ്റെ ബോർഡറായിട്ടാണ് ഈ ഒരു ഭാഗം വരിക, ഈ ഒരു പ്രദേശങ്ങൾ വരിക. അപ്പം നമ്മളങ്ങനെ കരിങ്കല്ലത്താണി എന്ന് പറയുന്ന സ്ഥലം എത്തി കേട്ടോ. അത്യാവശ്യം നല്ല ടൗണും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി ആ ഭാഗത്തേക്കൊക്കെ പോകേണ്ടവർക്ക് ഒരു സൈഡ് റോഡുണ്ട്. വേറെ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടവർക്ക് വേറെ റോഡുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നമുക്ക് അങ്ങനെ തിരിയാം. ചെറിയ ടൗണും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം വലിയ ടൗണാണ് കേട്ടോ. ചെറിയ ടൗൺ എന്ന് ഉദ്ദേശിച്ചാൽ അത്യാവശ്യം വലിയ ടൗണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ബോംബെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റപ്പാലം തൃശ്ശൂർ അങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ കോഴിക്കോട് അങ്ങനെ പോവാം. പട്ടാമ്പി ഒറ്റപ്പാലം ഇങ്ങനെയും പോവാം കേട്ടോ. എല്ലാം വഴിയുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ നമ്മൾ എവിടെ എത്തി? അങ്ങനെ നമ്മൾ താഴക്കോടാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് പ്ലേസ് അറിയില്ല. അങ്ങനെ നമ്മൾ ഏകദേശം താഴക്കോട് എത്താറായിട്ടുണ്ട് തോന്നുന്നുണ്ട്. താഴക്കോട് തന്നെയാണ് കേട്ടോ. നമ്മൾ താഴക്കോട് എത്തി. ഈ ഭാഗത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഞാൻ പറയുന്ന സ്ഥലമൊന്നും ചില ആളുകൾക്ക് അറിയില്ല.
അങ്ങനെ താഴെക്കോടെത്തി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് കേട്ടോ, കൊടികുത്തിമല എന്നൊക്കെ പറയും. അവിടെയാണ്. ഇതും അത്യാവശ്യം നല്ല ടൗണാണ് കേട്ടോ, കുഴപ്പമില്ലാത്ത ടൗണും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതും. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കല്യാണം കഴിച്ച് വിട്ടത് ഈ സ്ഥലത്താട്ടോ, ഈ ഭാഗത്താണ്. എനിക്ക് കറക്റ്റ് അറിയില്ല, പ്ലേസ് ഒന്നും അറിയില്ല, പക്ഷേ താഴെക്കോടാണ്. ഇതാണ് താഴെക്കോട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുകുത്തിമലയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവിടേക്കൊക്കെ പോകാമെന്ന്, ഈ റോഡിന് ഇങ്ങനെ പോയാൽ എവിടേക്കൊക്കെ പോകാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഞാൻ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് വേണം, തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ ടൗൺ എത്താറായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.